സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു പ്രധാന 50 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 50 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഇന്നത്തെയും ക്ലാസ്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ചോദ്യങ്ങളും 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്നിൻ്റെ മത്സര ഇനം ഏതാണ്? ഓപ്ഷൻ സി ബോക്സിംഗ് ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്നിൻ്റെ മത്സര ഇനം ഏതാണ്? ബോക്സിംഗ് ആണ്. അപ്പോൾ ലവ്ലീന ബോർഗോഹെയ്ന് ഒളിമ്പിക്സിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മത്സര ഇനം നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക, ബോക്സിംഗ് ആണ്. അതുപോലെ ഫ്രണ്ട്സ്, നിങ്ങളുടെ LGS പ്രിപ്പറേഷനിൽ, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ വീഡിയോ മോക്ക് ടെസ്റ്റുകൾ പോലെ തന്നെ പ്രയോജനം ചെയ്യുന്നവയാണ് വെബ്സൈറ്റ് ക്വിസുകളും മോക്ക് ടെസ്റ്റുകളും. അപ്പോൾ അത് നമ്മുടെ വെബ്സൈറ്റിൽ വളരെയധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ക്വിസുകൾ, ഒത്തിരി GK ക്വിസുകളും മോക്ക് ടെസ്റ്റുകളും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ആദ്യത്തെ കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ എല്ലാവരും അത് പോയിട്ട് കാണുക, ആ രീതിയിലും പഠിക്കുക. അപ്പോൾ ഈ പഠനം നമ്മൾ വൈവിധ്യവൽക്കരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത കൂടും. അപ്പോൾ ആ രീതിയിലും വെബ്സൈറ്റ് ക്വിസും മോക്ക് ടെസ്റ്റുമായിട്ടും നിങ്ങൾ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ലോർഡ് റെയ്ലിയാണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോർഡ് റെയ്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ് മല്ലിക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആരാണ്? ഓപ്ഷൻ സി PV സിന്ധു ആണ്. മിസ് മല്ലിക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആരാണ്? PV സിന്ധു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? ഓപ്ഷൻ ബി രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഗവർണർക്കല്ല, രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഡി JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാം വകുപ്പിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ ഏകീകൃത സിവിൽ കോഡാണ്. ഇപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഏകീകൃത സിവിൽ കോഡാണ്. 44-ാം വകുപ്പിലെ പ്രതിപാദ്യ വിഷയമാണ് ഏകീകൃത സിവിൽ കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പ്രാചീന കാലത്ത് ചൈനയുമായി വിപുലമായ വ്യാപാര ബന്ധമുണ്ടായിരുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി കൊല്ലമാണ്. പ്രാചീന കാലത്ത് ചൈനയുമായിട്ട് വിപുലമായ വ്യാപാര ബന്ധമുണ്ടായിരുന്ന സ്ഥലം കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യരിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 8 ഉളിപ്പല്ലുകളാണ്. മനുഷ്യരിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. PSC ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൾക്കൻ പ്ലാൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൺ പ്ലാൻ ആണ്. ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൾക്കൻ പ്ലാൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്രിക്കറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സ് ഏതാണ്? ഓപ്ഷൻ എ പാരീസ് ഒളിമ്പിക്സ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സ് ആണ് ക്രിക്കറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഓപ്ഷൻ സി അരബിന്ദോ ഘോഷാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അരബിന്ദോ ഘോഷാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരബിന്ദോ ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ബോംഡില ചുരമാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡിലയാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു ബോംഡില ചുരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ മൊറാർജി ദേശായി ആണ് പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ സി ഹിമാദ്രിയാണ്. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. ആർട്ടിക് മേഖലയിലെ ആദ്യത്തേത് ഹിമാദ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി എം ഉമേഷ് റാവു ആണ്. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? എം ഉമേഷ് റാവു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പീറ്റർ ബെനൻസൺ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. പീറ്റർ ബെനൻസൺ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പീറ്റർ ബെനൻസൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി പ്രോട്ടീനൂറിയ ആണ്. മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രോട്ടീനൂറിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഓപ്ഷൻ എ മഹേഷ് ഭൂപതിയാണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം, ആദ്യ ഇന്ത്യൻ മഹേഷ് ഭൂപതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1881 ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി റിപ്പൺ പ്രഭു ആയിരുന്നു. 1881 ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതുതരം ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി അവസാദ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ സി വൃക്കയാണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗമാണ് വൃക്ക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആഗോള അളവ് സമ്പ്രദായമായ SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണം? ഓപ്ഷൻ സി 7 എണ്ണമാണ്. ആഗോള അളവ് സമ്പ്രദായമായ SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ 7 എണ്ണം. അപ്പോൾ SI യൂണിറ്റിൽ ആകെ അടിസ്ഥാന അളവുകൾ 7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമിയാണ്. പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ശുചീന്ദ്രം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? ഓപ്ഷൻ സി ME നായിഡു ആണ്. ശുചീന്ദ്രം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? ME നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫറോക്ക് പാലം തകർക്കൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ പാൽത്തൊട്ടി, ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നീ വിശേഷണങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ഓപ്ഷൻ സി. ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നും ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നും വിശേഷണമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷമേത്? ഓപ്ഷൻ എ. 1951 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം ഏതാണ്? 1951. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ എത്ര പേരുണ്ടായിരുന്നു? ഓപ്ഷൻ ഡി. 17 മലയാളി അംഗങ്ങളായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ എത്ര പേരായിരുന്നു? 17 പേർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ. കോഴിക്കോടാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഡാഷുകൾ. ഓപ്ഷൻ ബി. ഐസോബാത്തുകളാണ് സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോബാത്തുകൾ. ഐസോബാത്തുകൾ തുല്യ ആഴമുള്ള സ്ഥലങ്ങൾ, ഐസോബാത്തുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ എ. കൊൽക്കത്ത സമ്മേളനമായിരുന്നു. 1901 നടന്ന കൊൽക്കത്ത സമ്മേളനമായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഏതായിരുന്നു? 1901 കൊൽക്കത്ത സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം? ഓപ്ഷൻ എ. അസറ്റിലിനാണ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം. ഏതാണ്? അസറ്റിലീൻ. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം അസറ്റിലീൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ആദ്യ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി. വി നരഹരി റാവു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG, ആദ്യ CAG ആയിരുന്നു വി നരഹരി റാവു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മേൽമുണ്ട് സമരം എന്നുകൂടി അറിയപ്പെടുന്ന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? മേൽമുണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര് എന്ത്? ഓപ്ഷൻ ബി. ചാന്നാർ ലഹള എന്നതാണ് മേൽമുണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള അഥവാ ചാന്നാർ ലഹള മേൽമുണ്ട് സമരം എന്നുകൂടി അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പേശികളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ. മയോളജി എന്നതാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹമേത്? ഓപ്ഷൻ ഡി. വ്യാഴമാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? വ്യാഴം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൊങ്കൺ റെയിൽവേയിലൂടെ ആദ്യ യാത്രാ ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത വർഷമേത്? ഓപ്ഷൻ ഡി. 1998 കൊങ്കൺ റെയിൽവേയിലൂടെ ആദ്യ യാത്രാ ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1998. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1 കിലോവാട്ട് അവർ, 1 കിലോവാട്ട് അവർ എന്നത് എത്ര ജൂളാണ്? ഓപ്ഷൻ എ. 36,000 ജൂളാണ്. 1 കിലോവാട്ട് അവർ എന്നത് എത്ര ജൂളാണ്? 36,000 ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി. ജീവകം സി ആണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി. PSLV-C-51 ആണ്. PSLV-C-51 ആണ് ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ്
PSLV C51. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പനാണ്. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാൻടോക്സ് ടെസ്റ്റ്, ടൈം ടെസ്റ്റ് എന്നിവ ഏത് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ മാൻടോക്സ് ടെസ്റ്റ്, ടൈം ടെസ്റ്റ് എന്നിവ ക്ഷയരോഗ നിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാൻടോക്സ് ടെസ്റ്റ്, ടൈം ടെസ്റ്റ് എന്നിവ ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രശസ്തമായ സൂചിപ്പാറ ചെതലയം വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ വയനാട് ജില്ലയിലാണ് സൂചിപ്പാറ ചെതലയം വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ജില്ല. സൂചിപ്പാറ ചെതലയം വെള്ളച്ചാട്ടങ്ങൾ വയനാട് ജില്ലയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് ആരാണ്? ഒരു സംശയം വേണ്ട, സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സുപ്രീം കോടതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ സി ആയുർദളം എന്നതാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണം, ആയുർദളം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രോളിക് പ്രസ് പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോളിക് പ്രസ്. പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുകയും ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി വി ഗിരിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി ആയിത്തീരുകയും ചെയ്ത വ്യക്തി ആരാണ്? വി ഗിരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് ആരാണ്? ഓപ്ഷൻ സി MN റോയ് ആണ്. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് ആരാണ്? MN റോയ്. ഓക്കെ ഫ്രണ്ട്സ്,